ഇന്ന് നമ്മളൊരു ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടോ ചോറിന് കറിയായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആദ്യം ഒരു കഷ്ണം ചേന എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ചേനയിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വിനാഗിരിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം നന്നായി ചേർത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ മസാലയെല്ലാം ചേനയിലേക്ക് പിടിച്ചിരിക്കും. അതിനുശേഷം നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞങ്ങളിവിടെ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയും നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചേന ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം മൊരിയിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു പകുതി വേവാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചേന നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന ചേനയും കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. സംഭവം അടിപൊളി സാധനമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ചുമ്മാ കഴിക്കാനാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്